ഈ മോഡൽ ഇട്ടിരിക്കുന്നത് സെയിം ഡ്രസ് അല്ലേ, സെയിം സ്കാർഫ്. ഇത് മൾട്ടിപർപ്പസ് സ്കാർഫ് ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഒരു സ്റ്റൈലിലാണ് വെയർ ചെയ്തിരിക്കുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് വേറെ സ്റ്റൈലില് വെയർ ചെയ്ത് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കാർഫാണ്. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ കുറെ ചൈനീസ് മോഡൽസ് എല്ലാം ഇങ്ങനെ ഇട്ട് കാണാറുണ്ട്. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ചൈനീസ് മോഡൽ ഇട്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതേപോലെ നമുക്കും ചെയ്യാവുന്നതല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ദുപ്പട്ട ഇടാൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ളത് സ്ലീവ്ലെസിന്റെ മേലെയോ വിത്ത് സ്ലീവിന്റെ മേലെയോ ഒക്കെ വെയർ ചെയ്യാവുന്നതാണ്. വളരെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട്, അതും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കിടക്കും. ഇതിന് പാറ്റേൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൺസ്ട്രക്ഷനും ഇല്ല പ്രത്യേകിച്ച്. ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 2 പീസ് തുണി എടുക്കുക. അതായത് 1.5 മീറ്റർ ലെങ്ത്തും 1/4 മീറ്റർ വിഡ്ത്തും. 1.5 മീറ്റർ ലെങ്ത് ആണിത്, 1/4 മീറ്റർ വിഡ്ത്ത്. ഇങ്ങനെ 2 പീസ് എടുക്കണം. 2 പീസ് എടുത്തതിന് ശേഷം അത് രണ്ടും ഈക്വൽ ആയിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് ഹോൾഡ് 1 എൻഡ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 16 ഇഞ്ച് ഷാർപ്പായിട്ട് എടുക്കുക. ഇവിടെ ഒരു രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒരു ബട്ടൺ സ്റ്റിച്ച് ചെയ്യണം. എഗെയിൻ 3 ഇഞ്ച് 1 more ബട്ടൺ, എഗെയിൻ 3 ഇഞ്ച് 1 more ബട്ടൺ, പിന്നെ എഗെയിൻ 16 ഇഞ്ച് ബട്ടൺ, 3 ഇഞ്ച് ബട്ടൺ, 3 ഇഞ്ച് ബട്ടൺ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 16 ഇഞ്ച് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. വേറെ ഒരു പണി ഇതിനകത്ത് ചെയ്യാനില്ല. ഇപ്പൊ മൾട്ടി പർപ്പസ് ഷോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചെക്സ് ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഡിസൈൻസ് ഉണ്ടെങ്കിലും ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പ്ലെയിനേക്കാളും കുറച്ചും കൂടെ ഡിസൈൻ ഉള്ളതാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഈ പീസ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു മെഷർമെന്റിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എഡ്ജ് പീക്കോ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്യുക, ഓവർലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹെമ്മ്, അറ്റ്ലീസ്റ്റ് ഹെമ്മെങ്കിലും ചെയ്യണം 4 സൈഡിലും. അതിനുശേഷം ആദ്യം പറഞ്ഞ പോലെ 16 ഇഞ്ച് 3 ഇഞ്ച് 3 ഇഞ്ച്, again 16 ഇഞ്ച് 3 ഇഞ്ച് 3 ഇഞ്ച്, അങ്ങനെയാണ് വരിക. ഇതാണ് മിഡിൽ പാർട്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് സൈഡ് ചെയ്തതിന് ശേഷം അത് തന്നെ കോപ്പി കട്ട് ചെയ്താൽ മതി അടുത്ത സൈഡിലേക്ക്. എങ്ങനെയാ വെച്ചാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.